ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ എൻക്വയർ ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്, എന്നെ അവിടെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ മെസ്സേജസ് കിട്ടും നിങ്ങളുടെ സയൻസിന് വേണ്ടിയിട്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, മെമ്പർഷിപ്പ് ലിങ്ക്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. റീഡിങ്ങിൽ എന്താ മെസ്സേജസ് എന്ന് നോക്കാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ്, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. അക്വേറിയസിൻ്റെ മെസ്സേജ്, നിങ്ങളുടെ 3 of Swords ആണ് ഓവറോൾ എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 7 of Cups. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് കിങ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ടാണ് 3 of Cups. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് Knight of Wands. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെയാണ് 9 of Wands. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 10 of Swords ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, നിങ്ങൾ എടുക്കാൻ പോണ ആക്ഷൻ ഫ്യൂച്ചറിൽ Ace of Swords ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് ഡെത്ത്. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ ഈ കാർഡ്. അപ്പോൾ അക്വേറിയസ് ഇവിടെ 3 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും ഓൾറെഡി സെപ്പറേറ്റഡ് ആയിരിക്കാം. അതല്ലാച്ച എന്തോ ഒരു ഡിഫിക്കൾട്ട് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇത് 3 of Swords ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആവാം. 7 of Cups ആണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. 7 of Cups ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്, ടെംപ്റ്റേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിലാണ് ഞാൻ വേറെ ആൾക്കാരെ കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജിയിലൊരു സ്ഥിരത ഇല്ല, പറഞ്ഞ ഒരു ബാലൻസ് ഇല്ല. അതുമാത്രമല്ല അവർ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻസും ഉണ്ടാവും അവരുടെ ലൈഫിൽ. അത് നിങ്ങൾ അറിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആണ്. 3 of Swords എന്താണ് നിങ്ങളുടെ എനർജി കാണുന്നത്? 2 of Pentacles. അപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് കാണാണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് ഇല്ല. 9 of Pentacles, നിങ്ങളൊരു സിംഗിൾ ലൈഫിലേക്കാണ് പോണത്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ഇപ്പോഴത്തെ എനർജി മാതിരി അല്ല തോന്നുന്നത്. ഇത് ഓൾറെഡി ഉണ്ടായിരിക്കുന്നു. പറഞ്ഞാൽ ഇതൊരു സഡൻ സർപ്രൈസിങ് ന്യൂസ് ഒന്നും അല്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവേണ്ട വെച്ചാൽ ഇത് ഓൾറെഡി ഉണ്ടായ കാര്യമാണ്. പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടായിരുന്നു ഈ പേഴ്സൺ ആക്ച്വലി സ്റ്റേബിൾ അല്ല, ഇവരുടെ ലൈഫിൽ വേറെ എന്തോ നടക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടാളുടെ മുമ്പേയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഇടയ്ക്ക്. അപ്പോൾ ഇതൊരു സർപ്രൈസ് മാതിരി ഒന്നും അല്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഈ മാസം പക്ഷേ അതൊരു കൺഫേംഡ് എനർജി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ മേ ബി ഈ മാസം നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടും. അത് ഓക്കെ, ഈ പേഴ്സൺ ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഡെഫിനറ്റ്ലി വേറെ ആരും ഉണ്ടെന്ന ഒരു കൺഫർമേഷൻ നിങ്ങൾക്കുണ്ടാവും. പക്ഷേ ഈ ഹാർട്ട് ബ്രേക്ക്, ഈ ബ്രേക്കപ്പൊക്കെ മുമ്പ് തന്നെ ഉണ്ടായ കാര്യമാണ്. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു എനർജി ഇവിടെ അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ 7 of Cups ഈ പേഴ്സൻ്റെ എനർജിയിൽ എന്താണ്? 4 of Wands. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു അഫെയർ ഞാൻ കാണുന്നുണ്ട്. അഫെയർ അല്ല വെച്ചാൽ അവരെന്തോ നിങ്ങളോട് പറഞ്ഞില്ല, എന്തോ ഒളിപ്പിച്ചു, എന്തോ ഒരു മാന്യൂപ്പുലേറ്റീവ് എനർജിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു എൻഡിങ് ഉണ്ട് ഇല്ല വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ കിങ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ രണ്ടാളും മേ ബി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാലും കുറേ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്, ഒരു ഇമോഷൻസ് ഒന്നുമില്ല. ഓക്കെ, രണ്ടാളും കുറച്ചൊരു
ഒരു സെപ്പറേറ്റഡ് എനർജിയിൽ തന്നെയാണ്. കിങ് ഓഫ് സോഡ്സ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണു, അവർ അവരുടെ കാര്യം നോക്കണു. കുറേ ഫോമൽ എനർജിയാണ് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും എടുക്കുക. പേജ് സോഡ്സ് ഒരു ഇൻഫർമേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടാളിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടി ഈ പേഴ്സൻ്റെ ലൈഫിനെ കുറിച്ച്, അവരുടെ വേറെ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് അതല്ല വെച്ചാൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. 3 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ എനർജി. ഇത് ഫീലിങ്സ്, നിങ്ങളുടെ ഫീലിങ്സ് 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 3 ഓഫ് കപ്സ് ചില സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ ഈ 3 ഓഫ് കപ്സ് എന്താണ് ഇവിടെ ഫീലിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോഴും കുറേ ലവ് ഉണ്ട്. ഓക്കെ, പക്ഷെ അപ്പോൾ ഇതൊരു റീകൺസിലിയേഷൻ ആവാം. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. കിങ് ഓഫ് വാൻസ് ഒരു ഫയർ സൈൻ ആണ്. നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ ഒരു ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അട്രാക്ഷൻ ഉണ്ട്, പാഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പേഴ്സൻ്റെ എനർജി സ്റ്റേബിൾ അല്ല. ഇവർക്ക് ഇപ്പോഴും ഓപ്ഷൻസ് വേണം എന്നുണ്ട്. അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരില്ല. അവരുടെ എനർജിയിലും അത് തന്നെയാണ് ഞാൻ കാണുന്നത്. കുറച്ചൊരു ഇമ്മെച്യൂരിറ്റി ഉണ്ട് ഇവരുടെ ഉള്ളിൽ. അപ്പോൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ തയ്യാറല്ല. മേ ബി ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അങ്ങനെ ഒരു എനർജി, ഇല്ല കാഷ്വൽ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവർ റെഡിയാണ്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു കോംപ്ലിക്കേഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഈ പേഴ്സൺ അങ്ങനെ അല്ല ചിന്തിക്കുകയാണ്. അവരുടെ എനർജി തന്നെ ഒരു ഇമ്മെച്യൂർ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 9 ഓഫ് വാൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലൊരു പേടിയുണ്ട്, അത് ഇത് ഇപ്പോൾ കംപ്ലീറ്റ് ബ്രേക്കപ്പ് ആവും, നിങ്ങൾ ഒരിക്കലും മീറ്റ് ചെയ്യില്ല, അങ്ങനത്തെ കുറേ ഫിയർ ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. നിങ്ങൾക്ക് തനിച്ച് താമസിക്കാനില്ല വെച്ചാൽ കുറേ സമയമായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു വെച്ചാൽ ഇപ്പോൾ ഈ പേഴ്സൺ ഇല്ലാണ്ട് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക, അങ്ങനത്തെ ഒരു പേടി പറഞ്ഞാൽ അതൊരു അൺറീസണബിൾ ഫിയർ ആണ്. എന്നുവെച്ചാൽ അങ്ങനെയും ഹെൽപ്ലെസ് അല്ല നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ താമസിച്ചിട്ടില്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ട് കുറേ സമയമായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു സിംഗിൾ ലൈഫിൽ പോവാ പറഞ്ഞാൽ അതിൻ്റെ ഒരു പേടിയായിരിക്കാം. ഇപ്പോൾ വരാൻ പോണ പേഴ്സൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആദ്യം ലൈഫിൽ റിലേഷൻഷിപ്പിൽ 0 തൊട്ടിട്ട് തുടങ്ങണം. അപ്പോൾ അതൊക്കെ ഒരു ഫിയർ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 10 ഓഫ് സോഡ്സ് ആണ്. ഇവർ ആക്ച്വലി ഓൾറെഡി ഡിസൈഡ് ചെയ്തിരിക്കണു അത് ഇതിൽ ഇപ്പോൾ ഒരു ഫ്യൂച്ചർ ഇല്ലയെന്ന്. എന്നുവെച്ചാൽ അവരുടെ എനർജിയിൽ ഞാൻ ഒരു ടയേർഡ്നെസ് ആണ് കാണുന്നത്. ഒരു എനർജി ഇല്ലാത്ത പോലെ ഒരു ഒരു സിറ്റുവേഷനിൽ ആണ് അവർക്ക് അറിയാം അവർ നിങ്ങളെ ബിട്രേ ചെയ്തു എന്ന്. അപ്പോൾ അതും ഒരു ഗിൽട്ട് ഉണ്ട് അവർക്ക്. അത് ഇപ്പോൾ എക്വേരിയസ് എന്നെ ഫൊർഗിവ് ചെയ്യില്ല എന്ന് അവർക്ക് അറിയാം. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യണു. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമോ എന്ന് അവർക്ക് അറിയില്ല, പക്ഷെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് അവരുടെ ഇൻറ്റൻഷൻ ചിലപ്പോൾ കുറച്ച് സമയം പറഞ്ഞാൽ കുറച്ചൊരു സമയം പോയി കഴിഞ്ഞിട്ട് മേ ബി അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുനിന്ന് മെസ്സേജ് അതുവരെ വരുന്നുണ്ടോ അതിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യണത്. ഏസ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പം നിങ്ങളാണ് ഇവരെ മെസ്സേജ് ചെയ്യാൻ പോണത്. ഇവിടെ ഒരു മെസ്സേജിൻ്റെ എനർജി ഉണ്ട്, ഒരു ക്ലാരിറ്റിയുടെ എനർജി ഉണ്ട്. മെസ്സേജ് അല്ലച്ച ഒരു ക്ലാരിറ്റിയും ആവാം. നിങ്ങൾ ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആയിരിക്കാം ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷനിൽ ഡെത്താണ്. ഡെത്ത് ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ്. എൻഡിങ്ങും പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഡെത്ത് എനർജി എന്താണ്? കിങ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൻ്റെ മനസ്സിലിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ ആക്ഷൻ നോക്കുമ്പോൾ അവരുടെ ആക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. അവർ ആക്ഷൻ എടുക്കുന്നത് സ്റ്റേബിളാണ്, പക്ഷെ അവരുടെ ഇൻറ്റൻഷൻ അത്ര സ്റ്റേബിൾ അല്ല. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ കുറച്ചൊരു വിഷമമാണ്. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ വേറെ എന്തോ ആണ്, പക്ഷെ അവർ ചെയ്യണത് വേറെ എന്തോ ആണ്. അപ്പോൾ ഇവിടെ ഔട്ട്കം ആണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്താണ് ഔട്ട്കം ആയിട്ട് കാണുന്നത്? അപ്പോൾ ഇവിടെ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും ഒരു ലോ എനർജിയിലാണ്. പക്ഷേ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഈ പുതിയ ബിഗിനിങ്
ആരുടെ കൂടെയാണ് ഈ ഹൈ പ്രീസ്റ്റസ് നിങ്ങൾ രണ്ടാളുടെയും ഒരുമിച്ചാണ്. അതാ ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട്. എംപ്രസ് ഒരു വേറെ എനർജിയാണ്, വേറെ പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒളിച്ചിട്ട് ഈ പേഴ്സൺ എന്തോ ഒളിപ്പിക്കാൻ നോക്കിണ്ടായിച്ചാൽ അതൊക്കെ പുറത്ത് വരാൻ പോകുന്നുണ്ട്. പറഞ്ഞാൽ അവരുടെ സീക്രറ്റ്സ് ഒക്കെ ഇപ്പോൾ പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമില്ല വെച്ചാൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ എല്ലാം കാര്യങ്ങൾ തുറന്ന് പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മുമ്പേ അറിയണ്ടായില്ല വെച്ചാലും അതും പുറത്ത് വരും. ഇവർ എന്തോ ഒളിപ്പിക്കാൻ നോക്കണ്ട വെച്ചാലും അത് പുറത്ത് വരും. അപ്പോൾ ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ ചാൻസും ഉണ്ട്. എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ ഞാൻ കുറേ പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ എനർജി കാണാണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസും ഉണ്ട്. എൻഗേജ്മെൻറ്റ്, യുവർ ലവ് ലൈഫ് ഇസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊരു റീകൺസിലിയേഷൻ തന്നെ ഒരു സൈനാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റും ആവാം. എന്നുവെച്ചാൽ ഇവിടെ എൻഗേജ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി ഇത് കഴിഞ്ഞിട്ടൊരു എൻഗേജ് ആവും നിങ്ങൾ രണ്ടാളും, അങ്ങനെയും ഉണ്ടാവാം. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നുണ്ടായിരുന്നത്. ഇത് സൂക്ഷിക്കണം നിങ്ങൾ. എന്നുവെച്ചാൽ നമ്മൾ ആ ലവിൻ്റെ എനർജിയിലുണ്ടാവുമ്പോൾ നമ്മൾ റെഡ് ഫ്ലാഗ്സ് ഒക്കെ എപ്പോഴും മിസ് ചെയ്യും. അതൊരു ടിപ്പിക്കൽ സൈനാണ്. അപ്പോൾ ഇത് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ റെഡ് ഫ്ലാഗ്സ് ഇപ്പോഴും ഉണ്ട്. ഈ പേഴ്സൻ്റെ ഉള്ളിൽ എന്തോ ഇപ്പോഴും അവർ കംപ്ലീറ്റ്ലി ഓണസ്റ്റ് അല്ല. ഓക്കെ, അത് നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ. എന്താ വെച്ചാൽ തീരുമാനം എടുക്കുമ്പോൾ, എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യമാണ്. അപ്പം ഞാൻ ഒന്നും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റീഡിങ് അല്ല ചെയ്യണത്. പക്ഷെ എന്താ ഇല്ല വെച്ചാൽ അതാണ് ആസ് ഇറ്റ് ഈസ് ആണ് ഞാൻ പറയാൻ പോവുക. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഞാൻ അങ്ങനെ ഒരു എനർജിയാണ് പിക്കപ്പ് ചെയ്യണത് ഈ പേഴ്സൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പറയണത് സൂക്ഷിച്ചിട്ട് വേണം തീരുമാനം എടുക്കുക. പക്ഷേ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തെന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതെങ്ങനെ റെസൊനേറ്റ് ആയി എന്ന് പറയുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.